الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാനിധിയായ പടച്ച റബ്ബ് നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും റബീഉൽ അവ്വലിൽ, മരിച്ചതും റബീഉൽ അവ്വലിൽ എന്ന് പലരും പറയാറുണ്ട്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്നും മരണപ്പെട്ടത് റബീഉൽ അവ്വലിലാണ് എന്നും പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രം കൃത്യമായി പരിശോധിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് അത് റബീഉൽ അവ്വൽ 8-നാണെന്നും 9-നാണെന്നും 12-നാണെന്നും അതുപോലെ 17-നാണെന്നും അതല്ല റബീഉൽ അവ്വലിലല്ല, മറിച്ച് റജബിലാണെന്നും റമളാനിലാണെന്നും വിവിധങ്ങളായ അഭിപ്രായമുണ്ട്. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത് ഒരു സംശയവും വേണ്ട. ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏകകണ്ഠമായ അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ അത് റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച ഉച്ചയോടടുത്ത സമയത്താണ് അല്ലാഹുവിൻ്റെ ഹബീബ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകത്തോട് വിട പറയുന്നത്, ആ കാര്യത്തിൽ ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അപ്പോ ജനനം എന്നാണ് എന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. പക്ഷേ റബീഉൽ അവ്വലിലാണ് ജന്മം കൊണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും, പല സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആഘോഷങ്ങൾ കൊണ്ടാടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, ഞങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ പല രൂപത്തിലും ഭാവത്തിലും ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. ആരെയും നമ്മൾ ആക്ഷേപിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായൊരു കാര്യമുണ്ട്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പൂർവസൂരികളായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്ത് എന്താണ് കാണിച്ചു തന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാമല്ലോ, ചില മാസങ്ങൾക്ക് ഇസ്ലാം പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ 9ാമത്തെ മാസമാണ് വിശുദ്ധ റമളാൻ. റമളാൻ മാസം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾ, അതായത് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മുസ്ലിമായ ഓരോ ആണും പെണ്ണും അവര് നോമ്പ് നോക്കൽ നിർബന്ധമാകുന്നു. നമുക്കറിയാം റമളാൻ. ആ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ദുൽഹജ്ജ്, ഹജ്ജിന്റെ മാസമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്, അറിയപ്പെട്ട ചില മാസങ്ങളിലാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. അപ്പൊ റമളാനിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, ഫമൻ ഷഹിദ മിൻകുമുൽ ശഹ്റ ഫലിയസും, ഈ മാസത്തിൽ ഹാജറുള്ളവർ അവന് നോമ്പ് നോക്കട്ടെ എന്നാണ്. ദുൽഹജ്ജ് മാസത്തില് ആരോഗ്യവും സമ്പത്തുമുള്ള ആളുകൾ പരിശുദ്ധ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ജീവിതത്തിൽ ഒരിക്കൽ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മുഹറം, ദുൽഹജ്ജ് കഴിഞ്ഞാല് മുഹറം, ആ മുഹറത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, പുണ്യകരമാക്കപ്പെട്ടത് അത് മുഹറം മാസം, അള്ളാഹുവിന്റെ മാസം എന്ന് വിളിക്കപ്പെടുന്ന ഷഹ്റുല്ലാ എന്നാണ്, അള്ളാന്റെ മാസം എന്നാണ്. ആ അള്ളാന്റെ മാസമായ മുഹറത്തിലാണ്. നിങ്ങൾ നോക്കൂ, റമളാനിലെ കാര്യം പറഞ്ഞു, ദുൽഹജ്ജിലെ കാര്യം പറഞ്ഞു, മുഹറത്തിലെ കാര്യം പറഞ്ഞു. റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ നമസ്കാരത്തെ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഇബാദത്ത് പ്രത്യേകം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല, തിരുസുന്നത്തിൽ കാണാൻ കഴിയില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന ദിക്ർ ചൊല്ലണം, ഇന്ന സ്വലാത്ത് നിർവഹിക്കണം, ഇന്ന ഇബാദത്ത് നിർവഹിക്കണം എന്ന് ഒരു ഹദീസിന്റെ കിതാബിലുമില്ല പ്രിയമുള്ളവരെ. ബുഖാരിയാവട്ടെ, മുസ്ലിമാവട്ടെ, തുർമുദിയാവട്ടെ, അതുപോലെ നസായി ആവട്ടെ, അബൂദാവൂദാവട്ടെ, ഇബ്നു മാജയാകട്ടെ, ഇതാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ കുതുബുസ് സിത്ത എന്ന പേരിൽ ആദരിക്കുന്ന ഹദീസിന്റെ ഏറ്റവും പ്രസിദ്ധമായ 6 ഗ്രന്ഥങ്ങൾ. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്! നിങ്ങൾ നോക്കൂ, എങ്ങനെ വുളൂ ചെയ്യണം, എങ്ങനെ തയമ്മം ചെയ്യണം, മലമൂത്ര വിസർജനം ചെയ്താൽ എങ്ങനെ ശുദ്ധിയാക്കണം, അതുപോലെ ജനാബത്ത് ഉണ്ടായാൽ എങ്ങനെ കുളിക്കണം, ഇതൊക്കെ കിതാബുൽ തഹൂർ എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് കാണാം. അതുപോലെ നമസ്കാരം എങ്ങനെ, കിതാബുൽ അദാൻ, ബാങ്ക് എങ്ങനെ വിളിക്കണം, ബാങ്കിന് ശേഷം എന്ത് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന എന്ത്, ഇങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഹദീസിൽ നമുക്ക് കാണാം. ഒരാൾ മരണപ്പെട്ടാൽ എന്തെല്ലാം ചെയ്യണം എന്ന് മാത്രമല്ല, രോഗിയായി കിടക്കാണ്, മരണാസന്നനായി കിടക്കാണ്, അന്ന് മുതൽ ആ മയ്യത്ത്, ആ മനുഷ്യൻ മരണപ്പെടുന്ന അതിന് തൊട്ടു മുമ്പായിട്ട് കലിമ ചൊല്ലി കൊടുക്കുന്നത് ഉൾപ്പെടെ, എന്നിട്ട് കബറടക്കം,
ആ ഖബറടക്കം കഴിഞ്ഞ് ഇതെല്ലാം സവിസ്തരം വിശദീകരിക്കുന്ന ജനാസയുമായി ബന്ധപ്പെട്ട കിതാബുൽ ജനായിസ് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തില് പ്രവാചകന്റെ ജന്മദിനം ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് മൗലിദിൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരിയിലോ സഹീഹ് മുസ്ലിമിലോ സുനൻ അബീ ദാവൂദിലോ സുനൻ നസായിലോ സുനൻ ഇബ്നു മാജയിലോ സുനൻ തിർമിദിയിലോ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഹദീസിന്റെ കിതാബിലും അങ്ങനെ ഒരു ബാബ് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്തെല്ലാം കാര്യങ്ങള്! ബുഖാരിയിൽ 7525 ഹദീസുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 6000-ലധികം വരുന്ന ആയത്തുകളുണ്ട്. ഒരായത്തിലും ഒരു ഹദീസിലും അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയുടെ സ്വഭാവം എന്തായിരുന്നുവെന്നോ? നബിക്ക് ഈ ഉമ്മത്തിൽ ഒരാളും വേദനിക്കുന്നത്, കഷ്ടപ്പെടുന്നത് പ്രവാചകന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പ്രവാചകൻ അത് ദുഃഖമുളവാക്കുന്ന കാര്യമാണ്. ഈ സമുദായത്തിലെ, ഈ മനുഷ്യ കുലത്തിലെ ഒരാളും വേദനിക്കുന്നത് പ്രവാചകന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് നബി എന്ത് ചെയ്തു? എല്ലാ നന്മകളും പഠിപ്പിച്ചു. സ്വർഗത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്ത് എന്താ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. ആ റസൂലിന്റെ പ്രത്യേകത എന്താ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് പ്രവാചകന് അസഹ്യമാണ്, പ്രവാചകന് വേദനയുളവാക്കുന്ന കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ റസൂലിന് വല്ലാത്ത താല്പര്യമുള്ളയാളാണ് റസൂലുള്ള. നിങ്ങൾക്ക് നന്മയുണ്ടാകണം എന്നല്ല, നിങ്ങൾക്ക് ഗുണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അതീവ താല്പര്യമുള്ളയാളാണ് അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂൽ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് കൃപ ചെയ്യുന്നവരും ദയാലുവും അതുപോലെ കരുണ ഒക്കെയുള്ള മഹാവ്യക്തിത്വമാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അപ്പോ ഈ സമുദായത്തിലെ, ഈ മനുഷ്യരിലെ ഒരാളും ഒരു തിന്മയിൽ അകപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നന്മകളും പഠിപ്പിച്ചു. എല്ലാ തിന്മകളെ കുറിച്ചും അവിടുന്ന് വിലക്ക് കൽപ്പിച്ചു. ഒരു ഹദീസിൽ കാണാം, ലൈസ ഷൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. വലൈസ ഷൈഉൻ യുഖർരിബുകും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും ബിഹി, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് വിരോധിക്കാതെ ഞാൻ വിട്ടേച്ച് പോയിട്ടില്ല. എല്ലാ കാര്യവും സത്യസമ്പൂർണമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അത്രമാത്രം പഠിപ്പിച്ചിട്ട് ഈ റബീഉൽ അവ്വലിലെ ഒരു കാര്യം നോക്കൂ, എൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റബീഉൽ അവ്വൽ വന്നാൽ എൻ്റെ മദ്ഹ് പാടണം, എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന ദിക്റുകൾ ചൊല്ലണം, ഇന്ന നിസ്കാരം നിർവഹിക്കണം, ആളുകൾക്ക് പായസം കൊടുക്കണം, നിങ്ങൾ പച്ച തോൽപ്പണിയണം, ദഫ് മുട്ടണം, അതുപോലെ ബാനർ പിടിച്ച് ജാഥ നടത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅ, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഈ വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമുഅ എന്നാ പറയാ. സൂറത്തുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. അതില് 2-ാമത്തെ ആയത്ത് എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്?
എന്തിനാണ് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് വഹയി കൊടുത്തത് എന്ന് ആയത്ത് പഠിപ്പിക്കുകയാണ്. എന്താ ആയത്ത് പഠിപ്പിക്കുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് അവരെ പഠിപ്പിക്കുക. അതാണ് ദീന് പഠിപ്പിക്കുക. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ വന്നത്. എന്നിട്ടോ വയുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് ഉണ്ടാക്കണം, അവരെ ആത്മശുദ്ധി വൽക്കരിക്കണം ജനങ്ങൾക്ക്. എന്നിട്ടോ വയുഅല്ലിമുഹുൽ കിതാബ, പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കുക. വൽ ഹിക്മ, തത്വജ്ഞാനവും ഹദീസുകളും ഒക്കെ പഠിപ്പിക്കുക. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ വന്നത്. ഈ വിശുദ്ധ ഖുർആൻ പറയാം, ആ കർമ്മമാണ്, ആ ദൗത്യമാണ് അല്ലാഹുവിന്റെ റസൂൽ നിർവഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഡ്യൂട്ടിയാണത്. എന്ത്? ആയത്തുകൾ ഓതി ജനങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ നോക്കൂ, എന്നിട്ട് റബീഉൽ അവ്വൽ മാസത്തില് ലോകത്തെ മുസ്ലിമീങ്ങള് ഇങ്ങനെ എന്റെ പേരിൽ ജന്മദിനം കൊണ്ടാടണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ല. റസൂല് വന്നത് ഇതിനാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കാതെ പോയത്? ഇത് ദീനിലില്ലാത്തതാണ് പ്രിയമുള്ളവര്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ദൗത്യത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാ അങ്ങനെ പഠിപ്പിക്കാത്തത്. നമുക്കറിയാം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ സുന്നത്താണ്, നിർബന്ധമാണ് എന്ന്, വാജിബാണ് എന്ന് പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതെടുത്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ച കുറ്റമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ ഒരു പടി മുൻപിൽ, എന്നാൽ വാജിബിന്റെ തൊട്ട് താഴെ വെള്ളിയാഴ്ച കുളിക്കൽ. അതുപോലെ നല്ല ഡ്രസ്സ് എടുക്കണം, സുഗന്ധം പൂശണം, അങ്ങനെ നന്നായി കുളിച്ച് വൃത്തിയായി നല്ല നീയത്തോടുകൂടെ ജുമുഅ എന്ന് പറയുന്ന പുണ്യകർമ്മത്തിന് വരണമല്ലേ? അതൊക്കെ എവിടെ ഉണ്ട്? ഹദീസിന്റെ കിതാബുകളിൽ യൗമുൽ ജുമുഅ എന്ന് പറയുന്ന അധ്യായത്തിൽ കാണാം. വെള്ളിയാഴ്ച ജുമുഅക്ക് വന്നാൽ ഇമാമി മിമ്പറിൽ കയറിയാൽ വാതിൽക്കൽ ഈ നന്മകൾ രേഖപ്പെടുത്തുന്ന മലായികത്തുകൾ അവരുടെ കർമ്മങ്ങളുടെ ബുക്ക് അത് അടച്ചു വെക്കും. അവര് ഇമാമിന്റെ ഉത്ബോധനം കേൾക്കും. അപ്പോൾ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ പിന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞുള്ളത്. അതുപോലെ നിങ്ങൾ നോക്കൂ, പെരുന്നാൾ ദിവസം യൗമുൽ ഈദ്, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, രണ്ട് പെരുന്നാളുകൾ. അന്ന് ചെയ്യേണ്ട സുന്നത്തുകള് ഒക്കെ നമുക്ക് ഹദീസിന്റെ കിതാബിൽ കാണാം. ദുൽഹജ്ജ് 8 ഹജ്ജ് തുടങ്ങുന്ന ദിവസം തർവിയത്തിന്റെ നാളെന്ന് പറയും, യൗമു തർവിയ. ഹാജിമാര് മക്കയില് നിൽക്കല്ലേ വേണ്ടത്, അവരെന്ത് ചെയ്യണം? യൗമു തർവിയ എന്ന് പറയുന്ന ദുൽഹജ്ജ് 8 രാവിലെ അവരെന്ത് ചെയ്യണം? മിനായിലേക്ക് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോകണം. ഇതെവിടെയാണുള്ളത്? ഹദീസിന്റെ കിതാബിലാണത്. ഓരോ ദിവസവും ഇന്നത് ചെയ്യണം എന്നുള്ളത്. 9ാമത്തെ ദിവസം യൗമു അറഫ എന്ന് പറയും, അറഫ ദിവസം. അന്ന് മിനായിൽ നിൽക്കല്ലേ വേണ്ടത്. മിനയിൽ നിന്ന് എന്ത് ചെയ്യണം? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവര് അറഫയിൽ പോകണം. പിന്നെ നിങ്ങൾ നോക്കൂ, ആ ദുൽഹജ്ജ് 10 എന്ത് ചെയ്യണം? യൗമുൻ നഹർ, അറവിന്റെ ദിവസമാണ്. ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഹജ്ജിന്റെ ബലി നിർവഹിക്കണം. അത് കഴിഞ്ഞാലോ അയ്യാമു തശ്രീക്കാൻ, ഓരോ ജംറകളിലും കല്ലെറിയണം. അപ്പോൾ ഓരോ ദിവസത്തെയും കർമ്മങ്ങള് ഹദീസിന്റെ കിതാബിൽ കാണാം. ഇപ്പൊ തിങ്കള് നോമ്പ് നോക്കണം, വ്യാഴം സുന്നത്ത് നോമ്പുണ്ട്, അയ്യാമുൽ ബീദ് ചന്ദ്രമാസത്തിലെ 13, 14, 15 ദിവസങ്ങള്. ഇതൊക്കെ ഹദീസിന്റെ കിതാബുകളുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ഹദീസിന്റെ കിതാബുകളുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക, റബ്ബേ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്നുള്ള ഹദീസിന്റെ കിതാബുകളിലുണ്ട് പ്രിയമുള്ളവരെ. അതുപോലെ ഒരു ഖബർ, ആ ഖബർ നമ്മൾ സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അതൊക്കെ ഹദീസിന്റെ കിതാബുകളിലുണ്ട്. ഒന്ന് തുമ്മിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അത് കേട്ടാൽ എന്ത് ചെയ്യണം?
യർഹംകല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കരുണ ചെയ്യട്ടെ എന്ന് പറയണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്തിനേറെ ഒരാള് ടോയ്ലറ്റിൽ പോവുക, അപ്പോ ചൊല്ലേണ്ട ദിക്റ്, പ്രാർത്ഥിക്കേണ്ട ദിക്റ്, മര്യാദകൾ, അദബുകൾ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം. എന്നാൽ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് എത്രയോ മുസ്ലിം സഹോദരങ്ങള് റമളാനിലില്ലാത്ത പ്രത്യേകത അങ്ങനെയാണ്. റമളാനിനേക്കാൾ, ലൈലത്തുൽ ഖദറിനേക്കാൾ വിശുദ്ധ ഖുർആൻ പറയാം, 1000 രാവിനേക്കാൾ പവിത്രമാണ് ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങളെക്കാൾ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദർ ഖുർആൻ പറയാ. പക്ഷേ ചില ആളുകൾ എന്താ പറയുന്നത്, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളതാണ്. എത്രമാത്രം വഴിതെറ്റി ആ സഹോദരങ്ങൾ. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് പല ആളുകളും വലിയ പണം പൊടിച്ചുകൊണ്ട് ദഫ് മുട്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്ത് പരിശീലനം നൽകി കുട്ടികളെയും യുവാക്കളെയും ഒക്കെ റോഡിലേക്ക് പറഞ്ഞയച്ച് അവിടെ പലതരം കളികളും അതുപോലെ തന്നെ പലതരം സംഭവങ്ങൾ സംഘടിപ്പിക്കുന്നു, സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ചില ആളുകൾ കുതിരപ്പുറത്ത് ആനയിക്കപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ എന്നോണം ഇങ്ങനെ ആളുകൾക്ക് കൈവീശി യാ നബി സലാം എന്നൊക്കെ, സലാം അലൈക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവര് നബിയോടുള്ള മഹബത്ത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് ശരിയായതാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. പിന്നെ എങ്ങനെയാണ് നബിയെ സ്നേഹിക്കുക? നബിയെ സ്നേഹിക്കേണ്ടതുണ്ടോ? സംശയം വേണ്ട, നബിയെ സ്നേഹിക്കണം. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. നമ്മൾക്ക് ഈമാന് വേണോ? നമ്മൾ നബിയെ സ്നേഹിക്കണം. നബിയെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല. നബിയെ സ്നേഹിക്കാത്തവൻ സ്വർഗത്തിൽ കടക്കില്ല. നബിയെ സ്നേഹിക്കാത്തവൻ നരകത്തിലായിരിക്കും. അപ്പൊ നബിയെ സ്നേഹിക്കേണ്ടതുണ്ട്. പക്ഷേ നബിയെ സ്നേഹിക്കുക എങ്ങനെയാ? മുദ്രാവാക്യം വിളിച്ചിട്ടോ, അല്ലെങ്കിൽ തോരണം കെട്ടിയിട്ടോ, ബാനർ വിളിച്ച് ജാഥ നടത്തിയിട്ടോ, പായസം വിളമ്പിയിട്ടോ അല്ല. മറിച്ച് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. 3-ാം അധ്യായം 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. നിങ്ങൾ പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മുഹമ്മദ് നബിയെ പിൻപറ്റുക. നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നബി കാണിച്ചു തന്ന മാതൃക, നബി കാണിച്ചു തന്ന ജീവിതചര്യ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളുടെ പാപങ്ങൾ അവന് നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അതുപോലെ തന്നെ കരുണാനിധിയുമാകുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂല് കാണിച്ചു തന്ന മാതൃക, അവിടെ സുന്നത്ത് മുറുകെ പിടിക്കണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വിഷയത്തിൽ അള്ളാന്റെ റസൂല് കാണിച്ചു തന്നത് നമ്മൾ സ്വീകരിക്കണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി, എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ അറിയോ? ഒരു ജൂതനും ഒരു മുസ്ലിമും തമ്മിൽ ഒരു പ്രശ്നം, ഒരു അഭിപ്രായ വ്യത്യാസം. അപ്പോ ജൂതൻ പറഞ്ഞു, ജൂതൻ അറിയാം മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ്, നീതിമാനാണ്, അദ്ദേഹം നന്മയുള്ള വ്യക്തിയാണെന്ന് ജൂതൻ അറിയാം. ജൂതൻ പറഞ്ഞു, നമുക്ക് ഈ വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ നബിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. മുസ്ലിം പറഞ്ഞ അയാൾക്ക് അത്ര അങ്ങോട്ട് ഈമാനില്ല. അയാൾ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ 4-ാം അധ്യായം 65-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. എന്താ ആയത്തെന്ന് അറിയുന്നത്? ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, ഒരാളും മുഅ്മിനാവുകയില്ല, ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, തർക്കമുണ്ടായാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ കാര്യത്തിൽ റസൂലിനെ വിധികർത്താവാക്കുന്നത് വരെ നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല. റസൂലിനെ വിധികർത്താവാക്കാൽ ആ വിഷയത്തിൽ റസൂലുള്ള എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുക.
ആ പറഞ്ഞത് നമ്മൾ സ്വീകരിക്കുക. അത് നമുക്കെതിരാണെങ്കിലും എന്നിട്ടോ അത് സ്വീകരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആ വിധിയിൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. നമുക്കെതിരാണെങ്കിലും അത് സ്വീകരിക്കാൻ നമുക്ക് ഒരു വൈമനസ്യം ഉണ്ടാകാൻ പാടില്ല, ഒരു എതിർപ്പും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായ അനുസരണം. നിങ്ങൾ നോക്കൂ, അത് സ്വീകരിക്കുക, റസൂലുള്ളാഹിന്റെ വിധി സ്വീകരിക്കുക, എന്നാലേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹദീസിൽ കാണാൻ നമുക്ക് ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അതായത് എല്ലാ ജനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ, എൻ്റെ ജീവൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു റസൂലേ എന്ന് പറഞ്ഞു. എന്താ റസൂലുള്ള മറുപടി പറഞ്ഞറിയോ? ഉമറേ, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല. നിന്റെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ നിന്റെ ജീവനേക്കാൾ, നിന്റെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണം, അപ്പോഴാണ് മുഅ്മിനാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എന്നെക്കാളും, എൻ്റെ ശരീരത്തെക്കാളും, എൻ്റെ ജീവനേക്കാളും റസൂലെ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്, ഇപ്പോഴാണ് അങ്ങയുടെ ഈമാൻ പൂർണ്ണമായത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബിയെ സ്നേഹിച്ചേ മതിയാകൂ എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത്. ആ നബിയെ സ്വഹാബത്ത് എങ്ങനെയാ സ്നേഹിച്ചത്? അവനാണല്ലോ ചാണിൽ ചാണായി മുഴത്തിന് മുഴമായും റസൂലിനെ സ്നേഹിച്ചത്. ലോക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, റസൂലിനോട് മഹബ്ബത്ത് കാണിച്ചത് ആ സ്വഹാബാ കിറാമാണ്. മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള ആ സ്വഹാബത്താണ്. അവര് സ്നേഹിച്ചത് എങ്ങനെയാണ്? ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. ഇതുപോലെ റബീഉൽ അവ്വലിൽ എന്തെങ്കിലും ആഘോഷം കൊണ്ടാടിയിട്ടല്ല. അവർ നബി പഠിപ്പിച്ച ദിക്റുകള്, ദുആകള്, നമസ്കാരങ്ങള്, സ്വതക്കകള്, സകാത്തുകള്, ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അത് നല്ല നിയ്യത്തോടുകൂടെ നിർവഹിച്ചു. അങ്ങനെയാണ് അവർ നബിയെ സ്നേഹിച്ചത്. അങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഓർത്ത് നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറയുന്നത് മുഹമ്മദ് നബിയെ സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, പൊന്നുമക്കളെക്കാൾ, പ്രിയപ്പെട്ട ഇണയേക്കാൾ, നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, സർവ്വ സമ്പാദ്യത്തെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, റുകൂഅ് എങ്ങനെ ചെയ്യണം, സുജൂദ് എങ്ങനെ ചെയ്യണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചോ, അതുപോലെ നമ്മൾ ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ വലതു കൈ കൊണ്ട് കഴിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു, നമ്മളും വലതു കൈ കൊണ്ട് കഴിക്കുക. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അപ്പൊ നമ്മളും അത് പറയുക. അതിൽ അങ്ങനെ ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അള്ളാഹിന്റെ റസൂല് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. അതിനുശേഷം ആരാണ് ഒന്നാമത്തെ ഖലീഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2.5 വർഷത്തോളം ഖലീഫയായി. ആ 2.5 വർഷത്തിൽ 2 റബീഉൽ അവ്വൽ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തായിരുന്നാലും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണകർത്താവാണ് അദ്ദേഹം. ഒരിക്കലും എന്ത് ചെയ്തില്ല? നബിദിനാഘോഷം കൊണ്ടാടിയില്ല. അബൂബക്കർ സിദ്ദീഖ് കടന്നുപോയി. ശേഷം വന്നതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 10-ലധികം വർഷം അദ്ദേഹം ഭരണം നടത്തി. ഏതാണ്ട് 10.5 വർഷത്തോളം. അപ്പത്ര റബീഉൽ അവ്വൽ പോയി, 10 റബീഉൽ അവ്വൽ കടന്നുപോയി. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ജന്മദിനവും കൊണ്ടാടിയില്ല. റബീഉൽ അവ്വലിൽ ഒരു ആചാരവും, ഒരു കാരക്കയുടെ കഷ്ണം അന്ന് പ്രത്യേകം ദാനം ചെയ്തിട്ട് ഇതാ ഇന്ന് മുത്ത് റസൂലുള്ള ജന്മം കൊണ്ട ദിവസമാണ്, മാസമാണ്,
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരക്ക ദാനം ചെയ്യുകയോ ഒരു പായസം ഉണ്ടാക്കുകയോ ഒരു ദിക്ർ നടത്തുകയോ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുകയോ ചെയ്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തി. അപ്പൊ 12 റബീഉൽ അവ്വൽ കഴിഞ്ഞു, അവര് അങ്ങനെ ആഘോഷം കൊണ്ടാടിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 കൊല്ലം ഭരണകർത്താവായിരുന്നു, അമീറുൽ മുഅ്മിനീൻ ഖലീഫയായിരുന്നു. 5 വർഷം 5 റബീഉൽ അവ്വൽ അവരൊന്നും നടത്തിയില്ല. അപ്പൊ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മഹത്തുക്കളാണ് അവർ. അവരെക്കാൾ വലിയ ഔലിയാക്കളാരാ, അവരെക്കാൾ വലിയ ശുഹദാക്കളാരാ, മഹാന്മാരാരാ? ആരുമില്ലല്ലോ. അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖാണ്, അത് കഴിഞ്ഞാൽ ഉമറുൽ ഫാറൂഖാണ്, അത് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരാരും ഇങ്ങനെ ഒരു ആഘോഷം കൊണ്ടാടിയിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, മുഹാജിറുകളാകട്ടെ അൻസാറുകളാകട്ടെ അവർ കൊണ്ടാടിയിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാരാണ്, അവര് കൊണ്ടാടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകന്റെ മക്കൾ, നബിക്ക് 7 മക്കൾ ഉണ്ടായിരുന്നു, 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവര് ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു, ഒരു വയസ്സിലൊക്കെ, അത് നമുക്ക് മാറ്റി വെക്കാം. പെൺകുട്ടികൾ കല്യാണം കഴിച്ച് കുറച്ച് മുതിർന്നിട്ടൊക്കെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അവരും കൊണ്ടാടിയിട്ടില്ല. നബിയുടെ പേരമക്കൾ ഹസനും ഹുസൈനും അവരും കൊണ്ടാടിയിട്ടില്ല. മരണം വരെ അവർ കൊണ്ടാടിയിട്ടില്ല. ഇനി ലോകത്തറിയപ്പെടുന്ന 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളുണ്ട്. അവർ ഒന്നാമത്തെ ഇമാം അബൂ ഹനീഫ, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹിമഹുല്ലാഹ് ഹിജ്റ 150-ലാണ് വഫാത്താകുന്നത്. 80-ൽ ജനിച്ച് 150-ൽ വഫാത്തായി. അതായത് 70 വയസ്സ് വരെ ജീവിച്ചു. ഒരു 10 വയസ്സ് നമുക്ക് മാറ്റി വെക്കാം. 60 കൊല്ലക്കാലം, 10 വയസ്സ് മുതലൊക്കെ ബോധമുണ്ടല്ലോ, 60 കൊല്ലക്കാലം അദ്ദേഹം ആ റബീഉൽ അവ്വലിൽ 60 റബീഉൽ അവ്വൽ കടന്നു പോയിട്ട് ഒരു മാസത്തില് ഒരു ആഘോഷം കൊണ്ടാടിയിട്ടില്ല. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് ഹിജ്റ 179-ൽ 86-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. വലിയ ഇമാമായിരുന്നു, വലിയ മഹാപണ്ഡിതനായിരുന്നു ഇമാം മാലിക്. 86 ഒരു 10 വയസ്സ് കഴിച്ചാൽ എത്രയാ? 76 കൊല്ലം അദ്ദേഹം കൊണ്ടാടിയിട്ടില്ല. ഇമാം ഷാഫി അദ്ദേഹം 55-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അതൊന്നൊരു 10 കുറച്ചോളൂ. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 77-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അവരാരും കൊണ്ടാടിയിട്ടില്ല. അങ്ങനെ ലോകത്ത് കഴിഞ്ഞ മഹത്തുക്കൾ ആരും കഴിഞ്ഞിട്ടില്ല, കൊണ്ടാടിയിട്ടില്ല. ഇതാരാണ് ഉണ്ടാക്കിയതെന്നറിയുമോ? ഇർബൽ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചിരുന്ന മുളഫർ രാജാവാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ആ രാജാവിന്റെ പേരെന്ന് പറയുന്നത് കൂക്കുപുരി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനാണ്. അബൂ സഈദ് കൂക്കുപുരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതാദ്യമായി ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇതാദ്യം ഇങ്ങനെ മൗലിദിന്റെ സദസ്സൊക്കെ ഉണ്ടാക്കിയതെന്നാണ്. അത് നിങ്ങൾ നോക്കൂ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. ഈ ബിദ്അത്ത്, ഈ മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദ് മിന സലഫി സ്വാലിഹ് മിനൽ ഖുറൂനിൽ സലാസ. ഉത്തമ 3 നൂറ്റാണ്ടുകളിൽ ഒന്നും തന്നെ ഇതിനെ കുറിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ നബിയെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു വന്ന മാതൃക അത് നമ്മൾ പിൻപറ്റുക. അത് 5 നേരത്തെ കൃത്യമായ നമസ്കാരമാകട്ടെ, അതുപോലെ മറ്റുള്ള ഇബാദത്തുകളാകട്ടെ, അതുപോലെ റവാത്തിബ് സുന്നത്തുകൾ, അത് നമ്മൾ പാലിക്കുക. പ്രിയമുള്ളവരെ, ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് റവാത്തിബ് അത് അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ ഭവനമുണ്ടെന്നാണ്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ബാങ്ക് വിളിച്ചാൽ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് സുബഹിയുടെ, എന്താ അതിന്റെ പ്രതിഫലം? ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും അതിനകത്തുള്ളതെല്ലാം നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് ആ 2 റക്അത്ത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു കാര്യം, സ്വതക്ക ചെയ്യാൻ. നമ്മളൊക്കെ സ്വതക്ക ചെയ്യാറുണ്ട്, പക്ഷെ രഹസ്യമായ സ്വതക്ക, വലതു കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത വിധത്തില്, ആരാരും അറിയാത്ത, ഞാനും റബ്ബും മാത്രം അറിയുന്ന സ്വതക്ക,
അതിൻ്റെയൊക്കെ പുണ്യം എത്രയാ? അർശിന്റെ തണലുണ്ടാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്ന് മാത്രമല്ല, ഒരുപാട് സുന്നത്തുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ വൈകുന്നേരങ്ങളിലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂൽ എന്ന് പറയും, അത് പാരായണം ചെയ്യുക. അത് നമ്മൾ പഠിക്കുക, മനപ്പാടാക്കുക, ബൈഹാർട്ടാക്കുക, എന്നിട്ട് പാരായണം ചെയ്യുക. മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു, ഒരു രാത്രിയിൽ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യൽ അത് മതിയെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുക. എന്നാലോ അങ്ങനെ നല്ല നിയ്യത്തോടുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് സ്വർഗം ലഭിക്കും. അങ്ങനെ സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കാരുണ്യവാനായ അർഹമുർ-റഹീമീനായ നാഥ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരേണമേ. അല്ലാഹുവേ, എല്ലാവിധ മാരകമായ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ആരോഗ്യവും ദീർഘായുസ്സും തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നേരായ വഴിയിൽ വഴി നടത്തണമേ റഹ്മാനേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ തൗഹീദോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم طهر قلوبنا من الكفر والنفاق والرياء يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم رب ارحم والدينا كما ربونا صغارا. اللهم اعتق ركابنا وركاب والدينا من النار. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.